ഡൽഹിയിൽ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരെ കുറിച്ച് നമ്മളെ മേജർ പറഞ്ഞാണ് ഫ്രീ ഫുഡും കള്ളിനും വേണ്ടിയിട്ടാണ് പോലും ഡൽഹിയിൽ കിടന്ന് കറങ്ങുന്നത്. സാറേ, ഇപ്പൊ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാൻ മിനിമം ബസ്സിന് പോകാൻ എത്ര പൈസ വേണ്ടി വരും? ആ പൈസക്ക് ആവശ്യത്തിന് ഫുഡും കള്ളും കിട്ടൂലേ? എന്തിനാണ് അവിടെ പോയിട്ട് പോലീസുകാരെ തല്ല് വാങ്ങുന്നത്? അതിന്റെ കൂടെ ചില ഗുണ്ടകളുടെ, അതും ആണി വെച്ച വടി കൊണ്ടുള്ള തല്ല് വാങ്ങിച്ചു കിട്ടുന്നത്. ആ ഗുണ്ടകൾ എവിടുന്നാ വരുന്നതെന്ന് സാറിന് കൃത്യമായിട്ട് അറിയാമായിരിക്കുമല്ലോ. ഒന്നുമില്ലെങ്കിലും സാർ ഒരു ആർമി ഓഫീസറല്ലേ. ആർമി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര രോമാഞ്ചാണ്. എൻ്റെ ചെറിയ പ്രായത്തിൽ എവിടെയോ ഒരു പട്ടാളക്കാരനാവണം എന്നുള്ള സ്വപ്നം കൊണ്ടായിരിക്കാം, ഇന്ത്യൻ ആർമിയോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ ഫസ്റ്റ് ബ്രാൻഡ് ഞാൻ ലോഞ്ച് ചെയ്തത് ആർമി ക്യാമ്പിലാണ്. ഏത് സമയം അറ്റാക്ക് വരാം, ഏത് സമയവും ജീവൻ പോയേക്കാം, ഏത് സമയവും ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്ന ചിന്തയിൽ നിൽക്കുന്ന പട്ടാളക്കാർ. ഇന്ത്യ മാത്രമേ ഉള്ളൂ അവർക്ക് മതമായിട്ട് രാഷ്ട്രീയമായിട്ടൊക്കെ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്താണ് ഒരു നിശ്ചിത പാർട്ടിയെ വെള്ളപൂശുന്നത്? ഗവൺമെന്റിന്റെ എന്തെങ്കിലും പിഴവുകൾ കണ്ടു കഴിഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ അവനെ നേരെ രാജ്യദ്രോഹിയാക്കും, അല്ലെങ്കിൽ പേര് നോക്കിയിട്ട് തീവ്രവാദിയാക്കും. ഇപ്പം ഭരിക്കുന്ന കോൺഗ്രസ് ആണെങ്കിൽ ഈ ചെയ്യുന്ന സമരത്തിന് മുന്നിൽ നിങ്ങളും ഉണ്ടാവില്ലേ? 23 ലക്ഷം ആൾക്കാരാണ് ഇന്ത്യയിൽ നിന്ന് നീറ്റിന് റെഡിയാവുന്നത്. അതിൽ ഗവൺമെന്റ് സീറ്റ് ഉള്ളത് വെറും 63,000 സംതിങ് മാത്രം, 77,000 സംതിങ് പ്രൈവറ്റും. ഇതിൽ ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുന്നുള്ള ടാലന്റ് ഉള്ള കുട്ടികൾ, രക്ഷിതാക്കൾക്ക് പൈസ ഉണ്ടാവില്ല, നിങ്ങൾ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം ഉണ്ടാവില്ല. പഠിച്ച് എക്സാമിന് അറ്റൻഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഇല്ല എന്ന് കണ്ടിട്ട് 20-ൽ കൂടുതൽ വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. ആ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ സമരത്തിനുണ്ട്, അവരുടെ നാട്ടുകാരുണ്ട്, അവരുടെ സുഹൃത്തുക്കളുണ്ട്, അതിൽ സാറിന്റെ പാർട്ടിയിലുള്ള ആൾക്കാരുണ്ട്. കേരളത്തിൽ നടന്ന ഓപ്പറേഷൻ തൂഫാനിൽ എത്ര MBBS സ്റ്റുഡൻസ് ഉണ്ട് MDയുമായിട്ട് പിടിക്കപ്പെട്ടത്? അതിലധികവും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല ഡോക്ടർ ആവാൻ. രക്ഷിതാക്കളുടെ പൈസന്റെ പവറിൽ അല്ലെങ്കിൽ സ്റ്റാറ്റസ് വേണ്ടിയിട്ട്, ലാബിൽ വേണ്ടിയിട്ട് മക്കളെ ഡോക്ടറാക്കാൻ പുഷ് ചെയ്യുന്നവർക്ക് ഗവൺമെന്റ് ചെലവിൽ ഡോക്ടറാക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നതാണ് നീറ്റ് പേപ്പർ ചോർത്തി കൊടുത്തിട്ട്. മനസ്സിൽ ആഗ്രഹം കൊണ്ട് നടക്കുന്ന, എന്തായാലും ഡോക്ടറാവെന്ന് വിചാരിക്കുന്നു, ഡോക്ടറായി കഴിഞ്ഞാൽ അവന് ട്രീറ്റ്മെന്റിൽ ഉഷാറായിരിക്കും. നാളെ ഞാനോ നിങ്ങളോ ഇതുപോലെ ഫേക്ക് രീതിയിൽ ഡോക്ടറായ ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് ഫേസ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? 1-2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമാണ് ഈ ഗവൺമെന്റ് ഉള്ളപ്പോൾ നടന്നത്. അപ്പം സമരം ചെയ്യണ്ടേ? ഒരു ഓഫീസറാണിത്, പോലീസ് ഓഫീസറാണ്. അദ്ദേഹം മെഡിക്കൽ ലീവിലായിരുന്നു. ഇൻഫർമേഷൻ വന്നു, ഡൽഹിയിൽ സമരത്തിന്റെ മുന്നിൽ നിൽക്കണം, പോയി പണി നോക്കുന്ന പറഞ്ഞിട്ട് റിസൈൻ ചെയ്തിട്ട് ആ സമരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. ശരിക്കും ഇതാണ് രാജ്യസ്നേഹം സാറേ. വലിയൊരു നടന്റെ മകൾ, ആർജവമുള്ള മകൾ തന്നെ പറയാം, ഈ സമരത്തെ അനുകൂലിച്ച് പ്രസ്താവന ഇറക്കിയപ്പോ സ്ട്രേ ഡോഗിനെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു മായനെ ഞാൻ കണ്ടു. പണ്ട് ഗുജറാത്ത് കലാപത്തിന്റെ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ നമ്മളെ PM ഇതേപോലെ പറഞ്ഞിരുന്നു, തെരുവ് നായ്ക്കളായാലും ചത്തു കഴിഞ്ഞാൽ ഒരു സങ്കടം തോന്നൂലേ എന്നുള്ള രീതിയിൽ. നിങ്ങളെ രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്യാത്തവർ, നിങ്ങളെ കൂട്ടത്തിൽ പെടാത്തവരൊക്കെ തെരുവ് നായ്ക്കളായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മളൊന്നും നിങ്ങൾക്ക് മനുഷ്യന്മാരായിട്ട് തോന്നുന്നില്ലേ? മതം, ജാതി, ജോലി, വിദ്യാഭ്യാസം എന്നിവ നോക്കി പ്രസ്താവന ഇറക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഓർമ്മപ്പെടുത്താനുള്ള ഒരേ ഒരു കാര്യം ജനാധിപത്യത്തിന്റെ മനോഹാരിതയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവാൻ ഒരു ചായക്കാരന് പറ്റുമെങ്കിൽ, ഒരു ഗവൺമെന്റിന്റെ പോരായ്മ ചൂണ്ടിക്കാട്ടാൻ കർഷകർക്കും കൂലിപ്പണിക്കാർക്കും അവരുടെ മക്കൾക്കും പറ്റും എന്നുള്ള യാഥാർത്ഥ്യം.